ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 11 ജൂനിയർ ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇൻ ദ സെൻസ് നമുക്ക് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോർമലി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാറിവിട്ട് PSC പുതിയ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതായത് ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്കിതൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി നമ്മൾ ഓപ്ഷൻസിൽ ഇരുന്ന് സമയം കളയുന്ന രീതിയിലാണ് ഇപ്പോൾ PSC ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. വിച്ച് മീൻസ് ഡെഫിനറ്റ്ലി ദ കോമ്പറ്റീഷൻ ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് വരാനുള്ള കുറച്ച് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എക്സാമും ഒട്ടും വ്യത്യാസമാകാൻ ചാൻസസ് ഇല്ല. നമുക്ക് BTech ലെവലാണെങ്കിലും ഡിപ്ലോമ ലെവലാണെങ്കിലും ഒരുപാട് പരീക്ഷകൾ ഇനി വരാനുണ്ട്. ഞാൻ IT ലെവലിലെ കാര്യം ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഈ കാര്യങ്ങൾ രണ്ടും മാത്രം പറയുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ എക്സാംസ് ഇനി വരാനുണ്ട് ഒരു അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2-2.5 വർഷത്തിനുള്ളിൽ തന്നെ. പക്ഷേ ഈ എക്സാംസിന് നമ്മളിപ്പോൾ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ മതിയോ? വാട്ട് ഈസ് മിസ്സിങ് ദാർ? നമ്മൾ ലിസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് പേര് ലിസ്റ്റിലുള്ളവരും ഇപ്പോഴും പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് അങ്ങോട്ട് ജോലി കിട്ടുന്ന പൊസിഷനിൽ എത്തുന്നില്ല. ആൻഡ് ഡെഫിനറ്റ്ലി കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടും. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മുടെ ലൈവിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ദയർ. അവിടെ നിങ്ങൾ കളഞ്ഞ് ഒന്ന് ഗസ് വർക്ക് ചെയ്ത് നെഗറ്റീവ് അടിക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട്? ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി, ദേ ആർ ചേഞ്ചിങ് ദ പാറ്റേൺ, ദേ ആർ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ട കുറച്ച് മേഖലകളുണ്ട്. അപ്പോൾ നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ മെൻഷൻ ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയാസ് ഉണ്ട്, അതൊക്കെ കൂടുതൽ പഠിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇപ്പം പഠിക്കുന്ന രീതി പോരാ, നമ്മൾ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പഠിക്കേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി ടൈം എടുത്ത് പഠിക്കേണ്ടിയിരിക്കും. സോ ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്ക് ഫ്രണ്ടിൽ പ്രഷറൈസ് ചെയ്യാൻ ഈ ദിവസം എക്സാം ഉണ്ട് എന്ന് ആലോചിക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് വി ആർ ഫ്രീ. നമ്മൾ മൈൻഡ്ലി കുറച്ച് ഫ്രീ ആണ്. നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 വർഷം വാലിഡിറ്റിയാണ് നിങ്ങൾ തരുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ ഫ്രം ദ ബേസ്, ഇപ്പം നമുക്ക് ആദ്യം വരാൻ പോകുന്ന എക്സാം മിക്കവാറും ഡെഫിനറ്റ്ലി RRB JEE ആയിരിക്കും. അപ്പോൾ RRB JEEയുടെ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു എക്സാമാണ്. ചിലപ്പോൾ ആ വ്യത്യാസമുള്ള എക്സാം കഴിയുമ്പോൾ തന്നെ LSTD JEE വേണമെങ്കിൽ വരാം. ഈ 2 എക്സാംസും ഇൻ ഹാൻഡ് കൊണ്ടുപോയേ പറ്റൂ. ബിക്കോസ് നമുക്ക് ഒരിക്കലും 100% എനിക്ക് RRB JEE കിട്ടും എന്ന് വിചാരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. LSTD JEE നോക്കാം എന്ന് പറഞ്ഞ് RRB JEE വിടാനും പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും ഇൻ ഹാൻഡ് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് എ ഗൈഡൻസ് ആൻഡ് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എക്സാംസിനും സജ്ജമാക്കുന്ന രീതിയിൽ ഫ്രം ഫൗണ്ടേഷൻ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല അത് കൂടാണ്ട് ഏത് എക്സാമാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസും സപ്പോർട്ടും നമ്മുടെ മെൻറ്റേഴ്സിൻ്റെയും എൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ സിവിൽ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിൻ്റെ വാലിഡിറ്റി നമ്മൾ 2 വർഷമാണ്. ഇപ്പോൾ ഓണം അടുപ്പിച്ച് നമുക്ക് 1 വർഷം കൂടി എക്സ്ട്രാ വാലിഡിറ്റി ഉണ്ട്. 1 വർഷമാണ് മെൻറ്റർഷിപ്പ് ഉണ്ടാവുക. ഡുവൽ മെൻറ്റർഷിപ്പാണ്. ഒരു മെൻറ്റർഷിപ്പ് ഞാനും 1 റെഗുലർ മെൻറ്ററും ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി സബ്ജക്റ്റ് എക്സ്പേർട്സുമായിട്ട് യു ക്യാൻ കീപ്പ് ഇൻ ടച്ച്. പിന്നെ മോണിറ്ററിങ് ഉണ്ടായിരിക്കും, റെഗുലർലി മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ടായിരിക്കും. ലെവൽ ഗോൾഡ് ബാച്ചസിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഫീച്ചേഴ്സും ആഡ് ഓൺ ഫീച്ചേഴ്സും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാംസ് എഴുതാനും മോക്ക് ടെസ്റ്റുകൾ എഴുതാനും വീക്ക്ലി എക്സാംസ് എഴുതാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർ ബോർഡ് പൊസിഷൻ അറിയാനും വാട്ട് യു ഹാവ് ടു ഇംപ്രൂവ്, ഏത് സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനും നമുക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇനി മാറി വരുന്ന എക്സാം പാറ്റേൺ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കേണ്ട മേഖലകൾ കുറച്ചും കൂടി കൂടുതലായി വാസ്റ്റായി വരുന്നു. അതായത് നമ്മൾ 2 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇനി ലിസ്റ്റിൽ കടക്കാൻ പറ്റുള്ളൂ. സോ നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഇനി വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഒരു ഫോം കൊടുക്കാം, ഫോം ഫില്ല് ചെയ്താൽ മതി. ആൻഡ് മാത്രമല്ല വി ഗ്യാരണ്ടി യു സക്സസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അതിലേക്ക് മൗൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കേണ്ട തിയറി അഡീഷണലി ഇൻ ഡെപ്ത് പഠിച്ച് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. സോ പ്ലീസ് ഡു ജോയിൻ വിത്ത് അസ്. നമുക്ക് ഒരുമിച്ച് വരുന്ന എക്സാംസിനെ നേരിടാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, നമുക്ക് ഇനി വരുന്ന ഇപ്പോൾ സെക്കൻഡ് ഗ്രേഡ് നോട്ടിഫിക്കേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, പുറമേ തന്നെ ഫസ്റ്റ് ഗ്രേഡും വരും, അതുപോലെ തന്നെ എയും വരും. ഇതെല്ലാം വലിയ ഗ്യാപ്പില്ലാതെ നടക്കും. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സോ ഇന്ന് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.